അവിട്ടം നക്ഷത്രം 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെ അവിട്ടം നക്ഷത്ര പൊതുഫലങ്ങൾ. വ്യവഹാരത്തിൽ വിജയമുണ്ടാകും. പൂർവികർ അനുവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരുവാൻ ഉൾപ്രേരണയുണ്ടാകും. മാന്യതയോടുകൂടിയ പെരുമാറ്റ രീതി അവലംബിക്കുന്നതിനാൽ സർവകാര്യ വിജയം നേടും. മുൻകോപം നിയന്ത്രിക്കണം. ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും. കുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾക്കും അനുകൂല സാഹചര്യവും വിജയവും ഉണ്ടാകും. ശുഭസൂചകങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാൽ ആഹ്ലാദമുണ്ടാകും. ഭരണപാടവം, ശുഭാപ്തി വിശ്വാസം, ലക്ഷ്യബോധം, ഏകാഗ്രചിന്ത തുടങ്ങിയ പ്രവർത്തന വിജയത്തിനും പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കും. നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും. ആഗ്രഹിച്ച പോലെ സന്താന ഭാഗ്യമുണ്ടാകും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. പ്രമുഖരുടെ ആപത് വചനങ്ങൾ പലപ്പോഴും പ്രതിസന്ധികൾ തരണം ചെയ്യുവാനും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കാൻ ഉപകരിക്കും. വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. സുദീർഘമായ ചർച്ചകളാൽ വിദേശബന്ധമുള്ള വ്യാപാര ബന്ധങ്ങൾ മെയ് മുതൽ തുടങ്ങുവാൻ തീരുമാനിക്കും. ഒരു പരിധിയിലധികം പണം മുടക്കിയുള്ള പ്രവൃത്തിയിൽ നിന്നും ഈ വർഷം പിന്മാറുകയാണ് നല്ലത്. ഓഹരി വിപണിയിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത്. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. വിഭവ സമാഹരണ യജ്ഞത്തിൽ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. വിവിധങ്ങളായ വ്യത്യസ്തങ്ങളുമായ പ്രവർത്തികൾ സമയബന്ധിതമായി ചെയ്യുവാനുള്ള പദ്ധതികൾ ലക്ഷ്യപ്രാപ്തി നേടും. ആജ്ഞാനുവർത്തികളുടെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യങ്ങളോട് കൂടി പൊരുത്തപ്പെടുന്നതിനാലും ദീർഘവീക്ഷണത്തോടു കൂടിയതുമായാൽ സർവജ്ഞ സ്വീകരിക്കും. കുടുംബസമേതം വിശേഷപ്പെട്ട ദേവാലയ സന്ദർശനം നടത്തുവാൻ അവസരമുണ്ടാകും. കുടുംബസമേതം വിദേശ സമയത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിച്ചതിനാൽ വർഷാന്ത്യത്തിൽ യാത്ര പുറപ്പെടും. അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചതിനാൽ മേലധികാരികളോടുകൂടി സത്യാവസ്ഥ ബോധിപ്പിക്കുവാനും കൃതാർത്ഥനാകുവാനും സാധിക്കും. അവിട്ടം നക്ഷത്രം 7 ശനിദോഷം ഇപ്പോൾ ഉള്ള ഒരു നക്ഷത്രമാണ്. ശനിദോഷ നിവാരണത്തിനായി ശാസ്ത്ര ക്ഷേത്ര ദർശനം, ശനിയാഴ്ച വ്രതം, നീരാഞ്ജനം വഴിപാട് ഇവ നടത്തുന്നത് ഏറെ നല്ലതാണ്. ശനിപ്രീതികരങ്ങളായ ദാന കർമ്മങ്ങളും വിശേഷിച്ച് ശനിയാഴ്ച കറുപ്പ് വസ്ത്രം ധരിക്കുന്നതും വളരെ നല്ലതാണ്.